അമൃതേശ്വരേ നമഃ. ഉർവശി ശാപം ഉപകാരം. ശ്രീപരമേശ്വരനിൽ നിന്ന് പാശുപതാസ്ത്രം സമ്പാദിച്ച അർജുനൻ ദേവേന്ദ്രനെ തൻ്റെ പിതാവിനെ കാണാൻ ആഗ്രഹം അറിയിച്ചു. ദേവേന്ദ്ര സാരഥിയായ മാതരി ഇന്ദ്രരഥത്തെ അർജുനൻ്റെ അരികിൽ അണച്ചു. വിഖ്യാതമായ വൈജയന്തമാണ് ദേവേന്ദ്രൻ്റെ രഥത്തിൻ്റെ കൊടിയടയാളം. അർജുനൻ അങ്ങനെ ഇന്ദ്രനഗരിയിൽ എത്തുകയാണ്. ഭൂലോകത്തു നിന്ന് വന്ന പ്രിയപുത്രനെ പിതാവ് ആലിംഗനം ചെയ്ത് തൻ്റെ സിംഹാസനത്തിന് അടുത്ത് പിടിച്ചിരുത്തി. ദിവ്യാസ്ത്രങ്ങളുടെ ഉപസംഹാര വിദ്യകളും ഒക്കെ അവിടുന്നാണ് സ്വായത്തമാക്കിയത്. പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചിത്രസേനനെ വരുത്തി ഗുരുവാക്കി. മനുഷ്യലോകത്തില്ലാത്ത നൃത്തഗീതാദി കലകളെയൊക്കെ അഭ്യസിച്ച് അങ്ങനെ ഉല്ലാസമായിട്ട് കഴിയുന്ന കാലം. ഇന്ദ്രസദസ്സിൽ 28 അപ്സര സുന്ദരങ്ങളുടെയും അതിൽ അർജുനന്റെ സൗന്ദര്യത്തിൽ വല്ലാതെ ഭ്രമിച്ച ഉർവശി പ്രണയപരവശയായി പ്രണയാഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ അർജുനൻ കാതുകൾ പൊത്തിക്കൊണ്ട് പറഞ്ഞു, ഉർവശി, നീ എനിക്ക് ഇന്ദ്രാനെ പോലെയാണ്, ഇവിടുത്തെ ഇന്ദ്രാനെ പോലെയാണ്, കുന്തി ദേവിയെ പോലെയാണ്. മാതൃസ്ഥാനത്തുള്ള നീ ഈ ചിന്തകൾ വെടിഞ്ഞേക്കൂ. എന്തു പറഞ്ഞിട്ട് ഉർവശി മാറുന്നേയില്ല. കോപാക്രാന്തയായവൾ ശപിച്ചു, നീ ഷണ്ടനായി പെണ്ണുങ്ങളോടുകൂടി ആട്ടവും പാട്ടവുമായിട്ട് കഴിയാൻ ഇടവരട്ടെ. അർജുനൻ ദേവേന്ദ്രനെ കണ്ട് ശാപവൃത്താന്തമൊക്കെ അറിയിച്ചു. അർജുന, വനവാസം കഴിഞ്ഞ് 13ാമത്തെ വർഷം നിനക്കും സഹോദരങ്ങൾക്കും അജ്ഞാതവാസം ചെയ്യേണ്ടതുണ്ട്. നീ നപുംസകമായി നർത്തകിയുടെ വേഷത്തിൽ ആ വർഷം കഴിയേണ്ടി വരും. പിന്നീട് നീ വീണ്ടും പുരുഷനാവും. അർജുന അത്ര കാര്യമാക്കിയില്ല, മടങ്ങി കൊട്ടാരത്തിലെത്തി. പിന്നെയാണ് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധവും ചൂതുകളെയും അജ്ഞാതവാസമൊക്കെ വരുന്നത്. 12 വർഷം കാട്ടിലങ്ങനെ കഴിഞ്ഞു. 13ാമത്തെ വർഷം അജ്ഞാതവാസമായി. വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവരങ്ങനെ കഴിയാണ്. രാജാവിൻ്റെ മകൻ ഉത്തരൻ ആത്മപ്രശംസയിലും മുമ്പനാ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജകൊട്ടാരത്തിലെ അസംഖ്യം പശുക്കളെ ദുര്യോധനും കൂട്ടരും കാട്ടുകൊണ്ടുപോയി. ആരുമില്ലാത്തപ്പോ വന്ന് കൊണ്ടുപോയതല്ലേ, ഞാനുണ്ടാക്കി കാണായിരുന്നു. ഉത്തരന്റെ വീമ്പ് കുറച്ചിൽ കേട്ട് സൈരന്ധ്രി, പാഞ്ചാലിയാണ് കേട്ടോ, നോക്കൂ ഉത്തരകുമാര, ഞങ്ങളുടെ കൂടെയുള്ള ആ സ്ത്രീ ഇല്ലേ ബൃഹന്നള, മുമ്പ് അർജുനന്റെ തേരാളിയായിരുന്നു. ബൃഹന്നളയെ വിളിച്ചു, തേരോടിച്ചു പോയി. ദുര്യോധനന്റെ സൈന്യം നിൽക്കുമ്പോഴേ ഉത്തരന്റെ കാൽമുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഭീരുവായ ഉത്തരനെ സഹായിച്ച അർജുനൻ ഭീഷ്മ കർണ ദുര്യോധനാദികളൊക്കെ ഏറ്റുമുട്ടി വിജയിച്ചു. പശുക്കളെ തിരിച്ചു കൊടന്നു കൊടുത്തു. അർജുനൻ ഉത്തരനോട് പറഞ്ഞു, ഞാൻ വാസ്തവം പറയാത്തവരാ, നിന്റെ പിതാവിനോടൊത്ത് ചൂതു കളിക്കുന്ന എൻ്റെ സഹോദരൻ യുധിഷ്ഠിരനാണ്. അരിവേപ്പുകാരനായ വല്ലവൻ ഭീമനാണ്. ബൃഹന്നളയായ ഞാൻ അർജുനനും ഗ്രന്ഥികൻ നകുലനും തന്ത്രിപാലൻ സഹദേവനുമാണ്. ഉത്തരൻ ഇത് കേട്ടപ്പോൾ അത്ഭുതമായി. പാണ്ഡവന്മാരാണോ ഞങ്ങളോടൊത്ത് 1 വർഷം കഴിഞ്ഞത്? അജ്ഞാതവാസം സമയത്തിന് തന്നെ പൂർത്തിയായി. അവർ വിരാട രാജ്യത്തോട് വിട പറയുകയാണ്. അപ്പോൾ രാജാവിനൊരാഗ്രഹം തോന്നി. 1 വർഷം ഞങ്ങളോടൊത്ത് കഴിഞ്ഞതല്ലേ, അർജുനൻ എന്ന മകൾ ഉത്തരെ അർജുനൻ പാണിഗ്രഹണം ചെയ്യണം. അല്ലയോ മഹാരാജാവേ, ഞാൻ ഉത്തരയുടെ പിതാവിനെ പോലെയാണ് പെരുമാറിയത്. അതുപോലെ അവൾ എന്നെ പിതാവിനെ പോലെ കണ്ടു. എൻ്റെ മകൻ അഭിമന്യു ഉത്തരെ പാണിഗ്രഹണം ചെയ്യും. അർജുനൻ നൽകിയ വാക്കനുസരിച്ച് അഭിമന്യു ഉത്തരെ വിവാഹം ചെയ്തു.
സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു. ഇനി ഇരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനായിരിക്കും. ഓം അമൃതേശ്വരിയേ നമഃ.